Hello my dear students, welcome back to Industrial Relation. 27ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിനും മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ഗുണം ചെയ്യുന്നത്, അവരെങ്ങനെയാണത് ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലാദ്യം ട്രേഡ് യൂണിയൻസിനും മാനേജ്മെൻറ്റും ഒന്നിച്ച് ഏത് രീതിയിലാണ് പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് നോക്കിക്കാണുന്നത് അത് പറഞ്ഞു. രണ്ടാമത് മാനേജ്മെൻറ്റിന് മാത്രമായിട്ട് എങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നത്, അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റിന് മാത്രമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് എപ്പോഴും കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ ഒരു റിയലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മുടെ ലേബേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള റിയലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ പ്രോബ്ലം ഉന്നയിക്കാനായിട്ട് ട്രേഡ് യൂണിയൻസ് ആണ് മുന്നേ വരുന്നത് അല്ലേ, അവരാണ് മുൻകൈ എടുത്ത് മാനേജ്മെൻറ്റ് അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ട്രേഡ് യൂണിയൻസ് മുൻകൈ എടുത്ത് വരുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വന്നാൽ ശരിയാവില്ലേ. അപ്പം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാനേജ്മെൻറ്റ് അടുത്ത് ഈ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ച് വരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ട്രേഡ് യൂണിയൻസിനെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ കുറേ ട്രേഡ് യൂണിയൻസ് ഉള്ളപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെജോറിറ്റി എംപ്ലോയീസ് ഏത് ട്രേഡ് യൂണിയൻസിനെയാണ് പിന്തുണയ്ക്കുന്നത് അങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്താൽ മതി, എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ച് മാനേജ്മെൻറ്റ് അടുത്തേക്ക് വന്നാൽ മതി. അതും കളക്റ്റീവ് ബാർഗൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു തത്വം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടതാണ്. പിന്നെ മാനേജ്മെൻറ്റ് എപ്പോഴും കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ നല്ലൊരു ഗുഡ് വില്ലായിട്ടും അതിന് നല്ലൊരു കോപ്പറേഷൻ്റെ പോളിസി ആയിട്ടും കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്ത് എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് മുമ്പാകെ ഉന്നയിക്കുമ്പോൾ അത് പരസ്പരം ചർച്ച ചെയ്ത് അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ മാനേജ്മെൻറ്റിനും അതുകൊണ്ട് ഗുണം ഉണ്ടാവണം, ട്രേഡ് യൂണിയൻസും എംപ്ലോയീസിനും അതുകൊണ്ട് ഗുണം ഉണ്ടാവണം. അപ്പോൾ മ്യൂച്വലായിട്ടുള്ളൊരു വിൻ വിൻ അപ്രോച്ചാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ സോൾവ് ആക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ സോൾവ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനെ കുറിച്ചും എംപ്ലോയീസിന് മാനേജ്മെൻറ്റിനെ കുറിച്ചും നല്ല അഭിപ്രായം ഉണ്ടാവും. അത് നമ്മുടെ ഗുഡ് വില്ല് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ് ഒരു ഗുഡ് വിൽ പോളിസി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻസും തമ്മിൽ സഹകരിച്ചിട്ട് വേണം ചർച്ച ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കളക്റ്റീവ് ബാർഗൈനിങ് ഒരു കോർപ്പറേഷൻ്റെ പോളിസി ആയിട്ടും കൂടി കൺസിഡർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം കളക്റ്റീവ് ബാർഗൈനിങ്ങിന് രണ്ട് കൂട്ടരും വരുമ്പോൾ അവർ തമ്മിൽ ഇൻഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും. പക്ഷേ ചർച്ചകളൊക്കെ ചെയ്ത് തീരുമാനങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ എപ്പോഴും ഈ പറയുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ മാനേജ്മെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. അല്ലാതെ ട്രേഡ് യൂണിയൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം മാനേജ്മെൻറ്റിനാണ് എപ്പോഴും മേൽക്കോയ്മ. ഓക്കെ, സോ അതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ചർച്ചകളൊക്കെ ചെയ്ത ശേഷം ഓക്കെ ഇങ്ങനെ തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുക. അപ്പോൾ ആ എടുക്കുന്ന തീരുമാനം മിക്കവാറും ട്രേഡ് യൂണിയൻസും അംഗീകരിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ തീരുമാനങ്ങളുടെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ അതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാം, ചർച്ചകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആരെയും വെയിറ്റ് ചെയ്തിരിക്കാതെ തന്നെ തീരുമാനം എടുക്കാം. ആ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കുന്നതും കൂടി ആയിരിക്കണം. പിന്നെ ഇപ്പോഴും കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുമ്പോൾ നമ്മളുടെ എംപ്ലോയീസിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ കണ്ടീഷൻസ് കൂടി പരിഗണിച്ചുകൊണ്ട് വേണം കളക്റ്റീവ് ബാർഗൈനിങ് മാനേജ്മെൻറ്റ് നടത്താനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസാണ് മാനേജ്മെൻറ്റ് കളക്റ്റീവ് ബാർഗൈനിങ് റിലേറ്റഡ് ആയിട്ട് കാണേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രിൻസിപ്പിൾസ് ട്രേഡ് യൂണിയൻസിന് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കളക്റ്റീവ് ബാർഗൈനിങ് വരുന്ന സമയത്ത് ഒരിക്കലും ട്രേഡ് യൂണിയൻസ് ജനാധിപത്യപരമല്ലാത്ത പ്രാക്ടീസസ് ഒഴിവാക്കണം. ഓക്കെ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നീക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ യൂണിയൻസ് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റുമായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഏർപ്പെടുന്നതിനൊക്കെ മുമ്പായിട്ട് അവരുടെ ട്രേഡ് യൂണിയൻസിൽ അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ശേഷം മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്
കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് അല്ലാതെ വരുന്ന കാര്യങ്ങളെ ചൊല്ലി കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഒരിക്കലും അവർ ഡിമാൻഡ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ട്രേഡ് യൂണിയൻസ് ഉന്നയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മളുടെ എംപ്ലോയീസിനെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ എംപ്ലോയീസിനും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർ ഉന്നയിക്കേണ്ടത്. അല്ലാതെ ഒരു സെക്ഷൻ എംപ്ലോയീസിന് മാത്രം ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ അത് ഉന്നയിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസിനെ കൊണ്ട് സ്ട്രൈക്ക്, ലോക്കൗട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് അതിന് പകരമായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. കളക്റ്റീവ് ബാർഗൈനിങ് നടത്തിയ ശേഷവും അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് മെഷറായിട്ട് മാത്രമേ സ്ട്രൈക്കും ലോക്കൗട്ട്സും കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനു മുമ്പായിട്ട് കഴിവതും ഡിസ്കസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ഡ്യൂറിങ് കളക്റ്റീവ് ബാർഗൈനിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻസും തമ്മിൽ യാതൊരു മീഡിയേറ്റേഴ്സും ഇല്ലാതെ നേരിട്ട് വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പൊതുവായ ധാരണയിൽ എത്തുന്നതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. ആ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ പരസ്പരം കോംപ്രമൈസ് ചെയ്യാൻ പല നെഗോസിയേഷൻസും നടത്താറുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ പല ഡിഫറെൻറ്റ് ഫോംസ്. അതിൽ ആദ്യത്തെ ഫോമാണ് കൺജങ്ക്റ്റീവ് ബാർഗൈനിങ്. കൺജങ്ക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മളുടെ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്ത ട്രേഡ് യൂണിയൻസും ഇവർ രണ്ടുപേരും യോജിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. ആ രീതിയിൽ വരുന്ന ബാർഗൈനിങ്ങിനാണ് കൺജങ്ക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റിനോടൊപ്പം എംപ്ലോയീസിനോടൊപ്പം മാനേജ്മെൻറ്റും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നടക്കുന്ന കളക്റ്റീവ് ബാർഗൈനിങ്, അതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില എഗ്രിമെൻറ്റ്സ്, അങ്ങനെ ബാർഗെയിൻ ചെയ്ത് മാനേജ്മെൻറ്റും എംപ്ലോയീസും ഒരുമിച്ച് ഒത്തുചേർന്ന് നിൽക്കാം എന്നുള്ള ചില എഗ്രിമെൻറ്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും എഗ്രിമെൻറ്റ്സ്, ആ എഗ്രിമെൻറ്റ്സിൽ അവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ഒരു നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ആ രണ്ട് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഫോം ചെയ്യാണ്. അതിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ മാനേജ്മെൻറ്റ് ചില സർവീസസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുപരി എംപ്ലോയീസിന് ചില അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് എംപ്ലോയീസ് മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അതാണ് കൺജങ്ക്റ്റീവ് ബാർഗൈനിങ്. അപ്പം ചില ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളിൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അപ്പോൾ അതിലേക്ക് വേണ്ടി നടത്തുന്ന ബാർഗൈനിങ് ആണ് കൺജങ്ക്റ്റീവ് ബാർഗൈനിങ്. എംപ്ലോയീസിനോടൊപ്പം മാനേജ്മെൻറ്റ് നിൽക്കാനായിട്ടും മാനേജ്മെൻറ്റിനൊപ്പം എംപ്ലോയീസ് നിൽക്കാനുമായിട്ട് അവർ ബാർഗൈനിങ് നടത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, പരസ്പരം രണ്ട് കൂട്ടർക്കും എന്താണ് അതുകൊണ്ട് ബെനിഫിറ്റ്, അതൊക്കെ നമ്മൾ മുന്നേ കണ്ട് സംസാരിച്ചൊരു ധാരണയിൽ എത്തുന്നതാണ് കൺജങ്ക്റ്റീവ് ബാർഗൈനിങ്. പിന്നെ കോപ്പറേറ്റീവ് ബാർഗൈനിങ്. കോപ്പറേറ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എംപ്ലോയീസ് കഴിയുന്നത്, എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് കഴിയുന്നത്. സോ പരസ്പരം മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ സഹകരിക്കണം. അങ്ങനെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ബാർഗൈനിങ് ആണ് കോപ്പറേറ്റീവ് ബാർഗൈനിങ്. ഓക്കെ, സോ ഈ ഒരു ബാർഗൈനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും പരസ്പരം നന്നായി സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സപ്പോർട്ടിലൂടെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അവർ ഇഫക്റ്റീവ്ലി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനും എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനും രണ്ട് കൂട്ടരുടെയും പരസ്പര സഹകരണം ആവശ്യമുണ്ട്. അത് എത്രത്തോളം സഹകരിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ബാർഗൈനിങ് ആണ് കോപ്പറേറ്റീവ് ബാർഗൈനിങ്. ഇനി മൂന്നാമത് ഒരു ബാർഗൈനിങ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ബാർഗൈനിങ് ആണ്. ഡിസ്ട്രിബ്യൂട്ട് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ബാർഗൈനിങ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ബാർഗൈനിങ്.
അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരാൾക്ക് ഗെയിനിങ് ഒരാൾക്ക് ലോസുമായിട്ടാണ് വരിക. പക്ഷേ വലിയ രീതിയിലുള്ള ലോസ് അല്ലാതെ എന്നാൽ ഒരുപാട് വലിയ ഗെയിനും അല്ലാത്ത രീതിയിൽ അവിടെ നെഗോഷിയേഷൻ നടക്കുന്നു. അതാണ് ഡിസ്ട്രിബ്യൂട്ട് ബാർഗെയിനിങ്. ഡിസ്ട്രിബ്യൂട്ട് ബാർഗെയിനിങ്ങിനെ നമ്മൾ സീറോ സം ബാർഗെയിനിങ് എന്നും പറയും. ഓക്കെ, അതാണ്. ഇനി ഇൻറ്റഗ്രേറ്റീവ് ബാർഗെയിനിങ്. ഇൻറ്റഗ്രേറ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഏർപ്പെടുന്ന മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിനും നെഗോസിയേഷനിലൂടെ രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഒരു പ്രോബ്ലമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിനെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സോൾവ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിനും അത് സോൾവ് ചെയ്യുന്നതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, എംപ്ലോയീസിനും അത് സോൾവ് ചെയ്യുന്നതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന രീതിയിൽ അതിനെ സോൾവ് ചെയ്യുക. അതാണ് ഇൻറ്റഗ്രേറ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, അപ്പോൾ ഒരു വിൻ വിൻ അപ്രോച്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വിൻ വിൻ അപ്രോച്ചിലൂടെ നമ്മളുടെ മാനേജ്മെൻറ്റും എംപ്ലോയീസും ജോയിൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലം രണ്ടുപേർക്ക് മ്യൂച്വലി ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇൻറ്റഗ്രേറ്റീവ് ബാർഗെയിനിങ്. ഇനി ഫൈനലി വരുന്ന ഒരു ബാർഗെയിനിങ് എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ഒരുപാട് ലീഗൽ ആയിട്ടുള്ള മെഷേഴ്സ് നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ്, പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ്, ഡിസ്പ്യൂട്ട്സും അതുപോലെ തന്നെ അവരുടെ കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ നിയമപരമായിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ബാർഗെയിനിങ് ആണ് സെറ്റിൽമെൻറ്റ് അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അത് നമുക്ക് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ലെവലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യം വരുന്നതാണ് പ്ലാൻഡ് ലെവൽ ബാർഗെയിനിങ്. ഇത് നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഏറ്റവും ചെറിയ തോതിലുള്ള ഏറ്റവും ചെറിയ ലെവലിലുള്ള ബാർഗെയിനിങ് ആണ് പ്ലാൻഡ് ലെവൽ ബാർഗെയിനിങ്. ഇത് നമ്മൾ ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ്, മാനേജ്മെൻറ്റും ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് ബാർഗെയിനിങ് നടത്തുന്നത്. സപ്പോസ് ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള സ്റ്റാഫിന് ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള സ്റ്റാഫുകൾ മാത്രം ട്രേഡ് യൂണിയൻസിൽ അത് ഉന്നയിച്ച് ട്രേഡ് യൂണിയൻസ് തന്നെ ആ പ്രൊഡക്ഷൻ യൂണിറ്റിലെ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്ത് മാനേജ്മെൻ്റ് അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയ തോതിലുള്ള ഒരു ബാർഗെയിനിങ് ആണ് പ്ലാന്റ് ലെവൽ ബാർഗെയിനിങ്. അപ്പോൾ ലെവൽ ഓഫ് ബാർഗെയിനിങ്ങിൽ നമ്മൾ ആദ്യം പ്ലാന്റ് ലെവൽ, മൈക്രോ ലെവൽ കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ലെവൽ ബാർഗെയിനിങ്. എന്താണ് ഇൻഡസ്ട്രിയൽ ലെവൽ ബാർഗെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും ഇല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ കമ്പനീസ് വരുന്നുണ്ട്. അപ്പം ഈ ടെക്സ്റ്റൈൽ കമ്പനീസിലൊക്കെ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഓരോ കമ്പനീസിൻ്റെയും ട്രേഡ് യൂണിയൻസ് ചേർന്ന്, അതാണ് സെവറൽ യൂണിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഇൻഡസ്ട്രിയുടെ സെവറൽ യൂണിയൻസ് ചേർന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ലെവൽ ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാന്റ് ലെവലിൽ ആ ഒരു കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ മാത്രമുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ്. ഇൻഡസ്ട്രിയൽ ലെവലിൽ ആ ഇൻഡസ്ട്രിയിൽ പൊതുവായിട്ട് എല്ലാ എംപ്ലോയീസിനും ഉണ്ടാവുന്ന പ്രോബ്ലമാണ്. സപ്പോസ് ഇപ്പോൾ വേജ് ഇൻക്രിമെൻറ്റ്, അത് ഇപ്പം ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ തന്നെ കൂട്ടുന്നില്ല. അപ്പോൾ അത് ട്രേഡ് യൂണിയൻ വിചാരിക്കുകയാണ് അത് കൂട്ടണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ട്രേഡ് യൂണിയൻസും യുണൈറ്റ് ചെയ്തിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനീസിൻ്റെ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു, കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഏർപ്പെടുന്നു. അതാണ് ഇൻഡസ്ട്രിയൽ ലെവൽ. ഇനി നാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പൊതുവായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ എല്ലാ ട്രേഡ് യൂണിയൻസും, അതെല്ലാ ഇൻഡസ്ട്രീസിലുള്ള ട്രേഡ് യൂണിയൻസും എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ലെവലിൽ നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ്റിനോടായിരിക്കും അത് ഉന്നയിക്കുന്നത്. മാനേജ്മെൻറ്റിലുപരി ഗവൺമെൻറ്റിനോടും അത് ഉന്നയിക്കുന്നുണ്ടാവും. സോ അതാണ് ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് ഇത് കളക്റ്റീവ് ബാർഗെയിനിങ് വരുന്നത്. പ്ലാന്റ് ലെവൽ, ഇൻഡസ്ട്രിയൽ ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. ഇനി നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ് അഗ്രിമെൻറ്റിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ സ്കോപ്പ് എങ്ങനെയൊക്കെയാണ്? ദിനംപ്രതി നമ്മളുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ സ്കോപ്പ് കൂടിക്കൊണ്ടാണ് വരുന്നത്. കാരണം നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് സ്കോപ്പ് കൂടാനുള്ള കാരണം നമ്മുടെ ട്രേഡ് യൂണിയൻസിൻ്റെ ഗ്രോത്താണ്. ദിനംപ്രതി ട്രേഡ് യൂണിയൻസും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളക്റ്റീവ് ബാർഗെയിനിങ് കൂടുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസ് കൂടുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ലേബർ ലോസിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഈ പറയുന്ന ലേബേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ മെയിനായിട്ടും
നമ്മുടെ എംപ്ലോയീസിൻ്റെ സെക്യൂരിറ്റി, ട്രേഡ് യൂണിയൻസിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ സെക്യൂരിറ്റിയാണ് ഇൻ ടേംസ് ഓഫ് വേജസ്, പ്രൊമോഷൻസ്, ട്രാൻസ്ഫേഴ്സ്, അവേഴ്സ്, കണ്ടീഷൻ ഓഫ് വർക്ക്സ്, ഹോളിഡേയ്സ്, ലീവ് വിത്ത് വേജസ്, സേഫ്റ്റി, ഹെൽത്ത്, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ മാനേജ്മെൻറ്റിലുള്ള പല കാര്യങ്ങളും നമ്മളിതിൽ ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഡെഫിനിഷൻ, പർപ്പസ് ഇതെല്ലാം കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും ട്രേഡ് യൂണിയൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സും ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ എംപ്ലോയീസിന് വേജ്, ബോണസ്, പ്രൊഡക്ഷൻ നോംസ്, ലീവ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, മറ്റുള്ള ബെനിഫിറ്റ്സ്, അവർക്ക് അവരുടെ സർവീസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഉൾപ്പെടുന്നതാണ് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാനുള്ള മെത്തേഡ്സ്, അതിൻ്റെ മിഷനറീസ്, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഇപ്പം നമ്മൾ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലോസ്, ഇതെല്ലാം നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളുടെ വേജസ് അതുപോലെ വർക്കിംഗ് കണ്ടീഷൻസ് മാത്രമല്ല ചുരുക്കി പറഞ്ഞാൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വിഷയങ്ങൾ. അതിലുപരി നമ്മുടെ ലേബർ വെൽഫെയറും അതുപോലെ ഓർഗനൈസേഷൻ മാറ്റേഴ്സും അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 2 സ്റ്റേജിലാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് നടക്കുന്നത്. ഒന്ന് നെഗോസിയേഷൻ സ്റ്റേജും പിന്നെ ഒരെണ്ണം കോൺട്രാക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോ ആദ്യം നെഗോസിയേഷൻ സ്റ്റേജാണ്. അപ്പോൾ ഈ നെഗോസിയേഷൻ സ്റ്റേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ ട്രേഡ് യൂണിയൻസും മ്യൂച്വലായിട്ട് അവരുടെ എഗ്രിമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഈ നെഗോസിയേഷൻ സ്റ്റേജിന് 3 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഫോർ നെഗോസിയേഷനാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ ട്രേഡ് യൂണിയൻസ് നമ്മളുടെ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് ഇപ്പം എപ്പോഴും ഈ ട്രേഡ് യൂണിയൻസ് മാനേജ്മെൻറ്റായിട്ടൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കോൺട്രാക്റ്റ് എക്സ്പയറി ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഒന്നില്ലെങ്കിൽ അത് എക്സ്പയറി ചെയ്യുന്നതിന് 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം മുമ്പായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഒരു ഫ്രഷ് കോൺട്രാക്റ്റ് നമ്മളുടെ മാനേജ്മെൻ്റ് അടുത്ത് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റും ഈ പറയുന്ന യൂണിയൻസും 2 കൂട്ടരും ശരിക്കും കൺസിഡറബിൾ ടൈം ഈ നെഗോസിയേഷനും പ്രിപ്പറേഷനും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് അവർ പ്രോപ്പറായിട്ടുള്ള റിക്വയർഡ് ഡേറ്റാസ്, ഒരുപാട് ഇഷ്യൂസിന് റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർഡ് ഡേറ്റാസ്, അതായത് ലൈക്ക് വേജസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സാലറി, സീനിയോറിറ്റി, ഓവർ ടൈം അലവൻസസ്, കോസ്റ്റ് ഓഫ് ലിവിങ്, പിന്നെ ട്രേഡ് യൂണിയൻസിൻ്റെ പോളിസീസ്, അതുപോലെ തന്നെ നേച്ചർ ഓഫ് അഗ്രിമെൻറ്റ്സ്, മറ്റുള്ള കമ്പനീസുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു നെഗോസിയേഷൻ്റെ കോൺട്രാക്റ്റ് പ്രിപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയൻസ് മാനേജ്മെൻറ്റുമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റിന് ഈ പറയുന്ന ഒരു സബ്മിഷൻ നടത്തുന്ന സമയത്ത് അത് പഴയ കോൺട്രാക്റ്റ് എക്സ്പയറി ആവണേക്ക് 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം മുന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ കുറേ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ശരിയായ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റും ഒരുപാട് സമയമെടുത്ത് അതിനുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് അത് എത്രത്തോളം നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരുപാട് ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റ്, കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ്സ്, മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട്സ്, ഗവൺമെൻറ് റിപ്പോർട്ട്സ്, ഇതെല്ലാം അതിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കമ്പനി കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രേഡ് യൂണിയൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ട്രേഡ് യൂണിയൻസിൻ്റെ സെൻട്രൽ ഓർഗനൈസേഷൻസ്, അതുപോലെ മറ്റുള്ള പല വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റിസർച്ച് സ്റ്റാഫിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് അവരുടേതായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഡിമാൻഡുകൾ പലതും ചെയ്യുന്നത്. പിന്നെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ കമ്പനിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രപ്പോസൽസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, നെഗോസിയേഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതിന് മുമ്പ്, പിന്നെ ഒരു പ്രപ്പോസൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ്സ്, എന്തൊക്കെ ഡിമാൻഡ്സാണ് വരാൻ സാധ്യതയുള്ളത്, അത് നെഗോസിയേഷന് മുമ്പ്
നെഗോസിയേറ്റ് ചെയ്യാതെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ്സ് ഏതൊക്കെയാണ്, നെഗോസിയേഷൻ നടത്തിയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ്സ് ഏതൊക്കെയാണ്, തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിലുണ്ടാവും. പിന്നെ കമ്പനിയുടെ കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിനും കൺസ്യൂമേഴ്സിനും വർക്കേഴ്സിനും പബ്ലിക്സിനും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നെഗോസിയേഷൻ സ്റ്റേജ് നടക്കുന്നത്.